ഹലോ ഗൈസ്, അപ്പോൾ ഷിൽനിക് സ്റ്റോറീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡമാനിലെ ഡേ 3 ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേയിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവുകയാണ്. അതെൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു, സ്കൂബ ഡൈവിങ് ചെയ്യണമെന്ന്. അപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് രാവിലെ 6:30 നമ്മൾ ആ സ്പോട്ടിലെത്തി. നല്ലൊരു സ്ഥലമായിരുന്നു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന സെൻറ്ററിലാണ് നമ്മൾ പോയി രജിസ്റ്റർ ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റെ ഡ്രീം കം ട്രൂ ആയി, സ്കൂബ ഡൈവിങ്. അതും ഞാൻ കടലിൻ്റെ അടിയിൽ ഇറങ്ങി സ്കൂബ ഡൈവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെൻ്റെ ഫേവറേറ്റ് ഫിഷ് നീമോ ഫിഷിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നല്ല എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്ക് ട്രെയിനിങ് ഒക്കെ തന്നിട്ടാട്ടോ ഈ ഇങ്ങനെ സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്യാൻ സഹായിച്ചത്. അങ്ങനെ ദാ പോകുന്നു എൻ്റെ ഫേവറേറ്റ് ഫിഷ് നീമോ ഫിഷ്. ശരിക്കും നമ്മൾ ആ കാർട്ടൂണിലൊക്കെ കാണുന്നു അതേപോലെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട്. ദൈവം എത്ര നന്നായിട്ടല്ലേ ഇതിനൊക്കെ സൃഷ്ടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു സ്വപ്നം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. കാർട്ടൂണിൽ അതേപോലെ ക്യാരക്ടേഴ്സ് പോലെ ഉണ്ടായിരുന്നത്. ഞാൻ കടലിൻ്റെ അടിയിൽ ഇറങ്ങുന്നൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കടലിൻ്റെ അടിയിൽ ഇറങ്ങുമ്പോൾ ഈ എയർ പ്രഷറൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കൂടെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ടാവും. നമ്മളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ എയർ പ്രഷർ റിലീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇയറിനൊക്കെ ഒരു പ്രശ്നം പോലെ വരും, ഒരു പെയിൻ വരും. ഇങ്ങനെ സ്കൂബ ഡൈവിങ് ചെയ്ത് നമ്മൾ നീമോ ഫിഷിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവിടെയുള്ള കോറൽ റീഫ്. അതുപോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും സാധിക്കുമെങ്കിൽ സ്കൂബ ഡൈവിങ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. എന്താ നീമോ ഫിഷിനെ കണ്ടത്, അതിൻ്റെ കൂട്ടിൽ പോയിരിക്കുന്ന കണ്ടത് നല്ല രസമുണ്ട്. അങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞങ്ങൾ കറങ്ങാനിറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഈ ആൻഡമാൻ. ചില വഴി കൂടെ ഒക്കെ പോകുമ്പോൾ കേരളത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നും. പിന്നെ അധികം വാഹനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ടാവും. ശരിക്കും കേരളത്തിലൊക്കെ പോകുന്ന പോലെ ഉണ്ട്. വണ്ടി കുറവാന്നേ ഉള്ളൂ, കേരളത്തിൻ്റെ റോഡൊക്കെ പോലെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാധാനഗർ ബീച്ചിലേക്കാണ്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം പോവുകയാണ്. അവിടെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും സൺസെറ്റ് ആവും ആൻഡമാനിൽ. അതുകൊണ്ട് വേഗം ഓടി പോവുകയാണ്. നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ബീച്ച് കാണാൻ ഒരു കണ്ണാടി പോലെ ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ നമ്മൾ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ടൈം ലാപ്സ് വീഡിയോ എടുത്തേക്കുമായിരുന്നു. നല്ല രസമുണ്ട് ആ മേഘമൊക്കെ പോകുന്ന കാണാൻ. അതുപോലെ എന്താ പറയുക, ഷോറ് കാണാൻ നല്ല രസമില്ലേ, ശരിക്കും ഒരു മിറർ പോലെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.